ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എൻവിസ് ഡയറീസ്. ദിസ് ഈസ് വിഷ്ണു. ഇന്ന് നമ്മുടെ തായ്ലൻഡിലെ ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ തായ്ലൻഡിലെ ബാങ്കോക്കിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ബാങ്കോക്കിൽ സ്റ്റേ ചെയ്തത് ലിവോട്ടൽ എന്ന് പറയുന്നൊരു ഹോട്ടലാണ്. നമ്മളിത് ബുക്ക് ചെയ്തത് അഗോഡ വഴിയായിരുന്നു. ഈ ഹോട്ടൽ നല്ല റീസണബിൾ ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ 7ാമത്തെ ദിവസമാണ് തായ്ലൻഡിലെ. നമ്മളിപ്പോൾ ഉള്ളത് ബാങ്കോക്ക് ഏൻഷ്യൻ സിറ്റിയിലാണ്. നമ്മൾ രാവിലെ പട്ടായയിൽ നിന്നും ബാങ്കോക്കിലേക്ക് വന്നു. ഇനി നമ്മളിപ്പം ഏൻഷ്യൻ സിറ്റിയിലെ കാര്യങ്ങളാണുള്ളത്. ഏൻഷ്യൻ സിറ്റി എന്ന് പറയുന്നത് പഴയ ഒരു ഏൻഷ്യൻ്റ്, ഇവരുടെ രാജാവിൻ്റെ കാലത്ത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പം നമ്മൾ അത് കാണാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബുക്ക് ചെയ്തു. ഇതാണ് ഇവിടുത്തെ അതിൻ്റെ റൂട്ട് മാപ്പ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടെയാണ്. ഈ 4 പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിനി ഇവിടെ എല്ലാം കാണാനുള്ളതാണ്, ഇതെല്ലാം ചുറ്റി കാണാനുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ഇത് ബാങ്കോക്കിലെ മസ്റ്റ് വിസിറ്റ് ആയ ഒരു പ്ലേസ് തന്നെയാണ്. പഴയ തായ് രാജാക്കന്മാരുടെ ജീവിതശൈലികൾ, അവരുടെ ബിൽഡിങ്സ്, അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഇവിടെ വിശദമായി നമുക്കറിയാം. ഇത് ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഏതെങ്കിലും ഓൺലൈൻ സൈറ്റ് ആയിട്ടുള്ള അഗോഡ വഴിയോ അല്ലെങ്കിൽ booking.com വഴിയോ ഒക്കെ നമ്മൾ ബുക്ക് ചെയ്യണം. നിങ്ങൾ ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ടിക്കറ്റ് നിങ്ങൾക്ക് ഇഷ്യൂ ആയിട്ടുണ്ടാകും. അത് മാത്രമല്ല അവൈലബിലിറ്റി, ചീപ്പർ റേറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി നേരത്തെ ബുക്ക് ചെയ്താൽ കിട്ടും. നമ്മളുള്ളത് ഏൻഷ്യൻ സിറ്റിയിലാണ്, ബാങ്കോക്കിലെ ഏൻഷ്യൻ സിറ്റിയിലാണ്. ഇവിടെ എന്തെന്ന് വെച്ചാൽ ഇവർ പഴയ രാജാവിൻ്റെ കാലത്ത് എങ്ങനെയാണോ ബിൽഡിങ്സ്, അവരുടെ ആ കാലം എങ്ങനെയാണോ അത് ഇവർ റീക്രിയേറ്റ് ചെയ്തേക്കുവാണ് ഇവിടെ. നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബിൽഡിങ്സും കാര്യങ്ങളുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് എൻ്റെ വൺ ഓഫ് ദി ബിൽഡിംഗ്. പിന്നൊരു കാര്യം എടുത്തു പറയേണ്ടത് എന്തെന്നാൽ ഈ ഏൻഷ്യൻ സിറ്റി ഏക്കർ കണക്കിനോളമുണ്ട്. നമുക്ക് ചുറ്റി നടന്ന് കാണുന്ന കാര്യം നോട്ട് പോസിബിൾ ആണ്, ബിക്കോസ് ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് പല ഓപ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് കാണാനായിട്ട്. അതായത് നമുക്ക് ട്രാമിൽ പോകാം, അല്ലെങ്കിൽ ബൈസൈക്കിളിൽ പോകാം. പിന്നെ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ലൈസൻസ് ഉണ്ടെങ്കിൽ ടുക് ടുക് പോലത്തെ ഒരു ഓട്ടോ ഫെസിലിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇതിനെല്ലാത്തിനും സ്പെഷ്യലായിട്ടുള്ള ചാർജസ് ഉണ്ട്. പാലസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇൻറ്റീരിയർ ആയാൽ തന്നെയും എക്സ്റ്റീരിയർ ആയാലും വളരെ ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനാണെങ്കിൽ ഇതൊരു നല്ലൊരു സ്പോട്ട് തന്നെയാണ്. ബാങ്കോക്കിൽ പല ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വെർത്തായിട്ടൊരു അട്രാക്ഷൻസ് തന്നെയായിരുന്നു ഏൻഷ്യൻ സിറ്റി. ഏൻഷ്യൻ സിറ്റി കണ്ടതിന് ശേഷം നമ്മൾ പോയത് ചോക്ലേറ്റ് വില്ലയാണ്. ഇതും നല്ലൊരു ബ്യൂട്ടിഫുള്ളായൊരു പ്ലേസ് തന്നെയാണ്. നിങ്ങൾ ഫാമിലി ആയിട്ടാണ്, അതായത് കുട്ടികളായിട്ടാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും ഇവിടെ വിസിറ്റ് ചെയ്യുക. ഇനിഷ്യലി നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇതില്ലായിരുന്നു, പക്ഷേ നമുക്ക് ടൈം ഉള്ളതിനാൽ നമ്മൾ ഇവിടെ കവർ ചെയ്യുകയായിരുന്നു. ഹാലോവിൻ്റെ ടൈം ആയതുകൊണ്ട് ഇവരുടെ തീം ഹാലോവിനെ ബേസ് ചെയ്തായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇവിടെ. ഇവിടെയും നമുക്ക് പല പല ഷോസ് ഉണ്ട്. ടെഡി ബിയർ ഷോസ് ഉണ്ട്, ഡോൾഫിൻ ഷോസ് ഉണ്ട്, അങ്ങനെ പല പല ഷോസ് നമുക്കിവിടെ കാണാൻ പറ്റും. കുട്ടികളായിട്ടാണ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെ എന്ന് പറയാം. കാരണം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണിത്. എടുത്തു പറയേണ്ട ആവശ്യമില്ല, എങ്ങോട്ട് തിരിഞ്ഞാലും ഇവിടെ ഫോട്ടോ ഫ്രെയിംസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ധാരാളം ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു പ്ലേസ് കൂടെയാണിത്. ഇതിനകത്ത് തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൈനിങ് ചെയ്യാം. ടെഡി ബിയറൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് ഡാൻസ് കളിക്കുകയും ഫുഡ് കഴിക്കുകയും ഒക്കെ ചെയ്യും. അതും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അടുത്തതായി നമ്മൾ പോയത് ബാങ്കോക്കിലെ ഫേമസ് ആയ
ജോർജ് ഫെയർ മാർക്കറ്റിലാണ്. ഇവിടെയും ഒരു നൈറ്റ് മാർക്കറ്റ് തന്നെയാണ്. പല സ്ട്രീറ്റ് ഫുഡ് കിട്ടും. അതുപോലെ തന്നെ ഷോപ്പിങ്ങിന് പറ്റിയൊരു പ്ലേസ് കൂടെയാണിത്. ബാങ്കോക്കിൽ വേറെയും നൈറ്റ് മാർക്കറ്റും ഷോപ്പിംഗ് മാളുകളും അവൈലബിൾ ആണ്. അതായത് പ്ലാറ്റിനം ഫാഷൻ മാൾ, ഐക്കോൺസിയം, അങ്ങനെ പല മാൾസും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇവിടെയെല്ലാം വിസിറ്റ് ചെയ്യാം. നമ്മളിപ്പം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് പോർക്ക് റിബ്സിന്റെ ബാർബിക്യൂ ആണ്. കണ്ടിട്ടൊരു ചെന്തമൊക്കെ ഉണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. അടുത്ത ദിവസം നമ്മൾ പോയത് ദ വെരി ഫേമസ് ബാങ്കോക്ക് സഫാരി വേൾഡിലാണ്. തീർത്തും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് ഇവിടെ നിന്ന് കിട്ടിയത്. നമ്മുടെ നാട്ടിലെ സൂ പോലെ ഒരു ഏരിയയാണിത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ പുറത്തും മൃഗങ്ങളൊക്കെ കൂട്ടിനകത്തുമാണ്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. മൃഗങ്ങളെല്ലാം ഫ്രീ ആയിട്ടും നമ്മൾ നമ്മുടെ വാഹനത്തിൽ ഇരുന്നുമാണ് ഇവയെല്ലാം കാണുന്നത്. ഇവിടെ ഓരോ അനിമൽസും ഓരോ കോമ്പൗണ്ടിലാണ്. ഇവയെ ഇലക്ട്രിക് ഗേറ്റ്സ് വെച്ചിട്ടാണ് അവർ റെഗുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ വണ്ടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗേറ്റ് ഓപ്പൺ ആകും. അതുപോലെ തന്നെ വണ്ടി പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗേറ്റ് ക്ലോസ് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മൃഗങ്ങൾക്ക് അവരുടെ കോമ്പൗണ്ട് വിട്ട് നെക്സ്റ്റ് കോമ്പൗണ്ടിലേക്ക് പോകാൻ പറ്റില്ല. എൻ്റെ ലൈഫിൽ തന്നെ ഇതാദ്യമായിട്ടാണ് സിംഹം, പുലി ഇങ്ങനെയുള്ളവയെ അവരുടെ ഏരിയയിൽ ഇത്ര അടുത്തായിട്ട് നമ്മൾ കാണുന്നത്. ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമുക്ക് നമ്മുടെ വണ്ടി നിർത്തി ഇവയെ കാണാം. അതുപോലെ തന്നെ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ എടുക്കാം. പക്ഷേ വണ്ടിയുടെ ഗ്ലാസ് താഴ്ത്താനോ അതുപോലെ തന്നെ വണ്ടിയിൽ നിന്ന് വെളിയിലിറങ്ങാനോ പാടില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ടൈഗർ പാർക്കിലാണെങ്കിലും അതുപോലെ തന്നെ സഫാരി വേൾഡിലാണെങ്കിലും അനിമൽസൊക്കെ വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ആക്റ്റീവുമാണ്. നമ്മൾ ആക്ച്വലി പ്രതീക്ഷിച്ചത് നമ്മുടെ നാട്ടിലെ സൂ പോലത്തെ ഒരു ഏരിയ ആണിതെന്നാണ്. പക്ഷേ സർപ്രൈസിംഗ്ലി അനിമൽസൊക്കെ വളരെ അവരുടേതായിട്ടുള്ള ഹാബിറ്റാറ്റിൽ ഫ്രീ ആയിട്ട് നടക്കുന്നതാണ് കണ്ടത്. ഇതാണ് മറൈൻ വേൾഡിൻ്റെ എൻട്രൻസ്. ഇവിടെ നമുക്ക് പല ഷോസ് കാണാം. ഫിൻ ഷോ, ഒറാങ്കുട്ടൻ ഷോ, എലിഫൻറ്റ് ഷോ, ഓരോന്നും ഓരോ പെർട്ടിക്കുലർ ടൈമിലാണ് ഉള്ളത്. ഇവിടെ ഓപ്പൺ പ്ലേസിലുള്ള അനിമൽസിനെ പുറമെ കൂട്ടിലുള്ള അനിമൽസും ഉണ്ട്. ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് സ്പീഷീസ് ഉള്ള അനിമൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ ഈ മൃഗങ്ങളെ കാണുന്ന കൂട്ട് തന്നെ നമുക്ക് അവരുടെ പല ഷോസും കാണാം. ഇതെല്ലാം ടൈം അവർ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെയും ദിസ് ഈസ് വിഷ്ണു സൈനിങ് ഓഫ്.